ജിത്തുഭായ്, എന്തൊക്കെയാ ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഉലകം ചുറ്റും രാവിലെ നോക്കുമ്പോ ഡോക്ടർ റോബിന്റെ പ്രൊഫൈലിൽ ആരവിന്റെ ഒരു വീഡിയോ, ആരവിന്റെ പ്രൊഫൈലിൽ ഡോക്ടർ റോബിന്റെ വീഡിയോ, എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലേ? അതെ, പൊതുവില്ലാത്ത പല കാഴ്ചകളും കാണുന്നുണ്ട്. അതായത് എല്ലാവർക്കും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. ഞാനും കുറച്ചു പേരെയൊക്കെ ഫോൺ വിളിച്ച് എനിക്കും കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. എനിക്ക് ആദ്യമേ മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി നിങ്ങളായിട്ട് ഇപ്പൊ ഷെയർ ചെയ്യാൻ. ഇതാണ് റൈറ്റ് ടൈം. ഞാൻ ഈ ഒരു സമയത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ വീഡിയോ ഇടുന്നത്. ഇറങ്ങിയതിന് ശേഷം ഞാൻ ജാസ്മിന്റെ ഉപ്പാനായിട്ട് വിളിച്ച കോളിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ തരണം. സ്പെഷ്യൽ കാര്യം മുന്നേ പറയാനുണ്ട്. ഇതിപ്പോ ഈ സമയത്ത് ഇവിടെ സ്നേഹമില്ല, അപ്പൊ സ്നേഹ ജോലി തിരക്കിലാണ്. അപ്പൊ അതുകൊണ്ട് സ്നേഹയ്ക്ക് വേണ്ടി കൂടി ഞാൻ പറയാണ്, ഞങ്ങള് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സായി വന്നിട്ട് പല കാര്യങ്ങൾക്കുള്ള ഉത്തരം തരുന്നുള്ളൂ. അതിൽ ഒരു ഉത്തരം ഇതാണ്. അതെ, അപ്പോൾ സംഗതി വേറൊന്നുമല്ല, വിവി ഹിയർ. വിവി ഈ റോബിന്റെയും ആരവിന്റെയും ഷാലു പയ്യാടിന്റെയും ജാസ്മിന്റെ ഫാമിലിന്റെയും അങ്ങനെ പലരുടെയും ഇടയിൽ കിടന്ന് ഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്ത് നടത്തുന്ന വിൽപ്പന കച്ചവടം, പിന്നെ യൂട്യൂബ് ചാനൽ സ്ട്രൈക്ക് അടിച്ച് പൂട്ടിക്കുന്ന ഒരു തരം വിൽപ്പന കച്ചവടം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. കച്ചവടമാണ് മെയിൻ. ഓക്കെ, അതൊക്കെ ഒരാളുടെ പേഴ്സണൽ താല്പര്യം, അയാളെ ഇഷ്ടത്തിന് ചെയ്യായിരിക്കും. അയാളുടെ അരി ഞാൻ അത്രേ കാണുന്നുള്ളൂ. അത് ഒരു മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അയാൾ ഏത് രീതിയിലുള്ള കണ്ടന്റ് വിൽക്കണം വേണ്ട എന്നുള്ളത്. ഓക്കെ, ഒരു എത്തിക്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. എത്തിക്സിന്റെ ലൈന് വിട്ട് കഴിഞ്ഞാൽ ഇവൻ വിൽക്കുന്നത് ഇവനോടുള്ള വിശ്വാസ്യതയും കൂടിയാണ്. എല്ലാരും ഈ വിവിയെ ഇനി ഫോൺ വിളിക്കാൻ മടിക്കും. കാരണം എല്ലാവരുടെ കോളും വിളിച്ച് റെക്കോർഡ് ചെയ്ത് പുറത്തിടാൻ തുടങ്ങി കഴിഞ്ഞാൽ നാളെ ആശാൻ വെരി പേഴ്സണലി ആരെങ്കിലും ഒക്കെ വിളിച്ച് റെക്കോർഡും വിളിച്ച് പുറത്തിടുക എന്നുള്ളതാണ്. അപ്പോൾ കൂടെ നിൽക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, കൂട്ടക്കാരും കുടുംബക്കാരും ഒക്കെ ആണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. ചിലരൊക്കെ പെട്ടുപോയതാണ്. ഞാൻ നോക്കുമ്പോൾ കുറെ ഇപ്പൊ ഒപ്പമുള്ള യൂട്യൂബേഴ്സ് ഒക്കെ പലരെയും ഭീഷണിപ്പെടുത്തി വെച്ച ഒരു സംഗതിയാണ് അറിയാൻ കഴിയുന്നത്. അതൊക്കെ പോട്ടെ, ഇനിയിപ്പോൾ ഞാൻ നമ്മളെ കാര്യത്തിലേക്ക് വരാം. ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് വിവിയെ പിടിച്ചിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് PR ഒന്നും ഇല്ലടി, ലക്ഷങ്ങളൊന്നും നമ്മളെവിടെയും, 1 ലക്ഷം പോയിട്ട് 1000 പോലും നമ്മളെവിടെയും കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ളവരെയൊക്കെ പിടിച്ചൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ജിത്തുഭായി, സ്നേഹ, ഇക്കുഭായി, അതിൽ വിവി ഉണ്ട്, ആരവുണ്ട്, പെട്രാക്സ് ഉണ്ട്, ആദിത്യൻ ചിറ്റൂരുണ്ട്, ഒരുപാട് പേരുണ്ട് അതിനകത്ത്. അതായത് എൻ്റെ ഏറ്റവും പേഴ്സണൽ നാട്ടിലുള്ള ഫ്രണ്ട്സും സോഷ്യൽ മീഡിയ എല്ലാരും കൂടി കൂട്ടിയിട്ടാണ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അപ്പൊ നമ്മളെ മൈൻഡിൽ എന്താ, ആരും പുറകുന്ന് കുത്തില്ല. ഇപ്പൊ ഈ പറഞ്ഞ വിവിനെ ആഡ് ചെയ്യുമ്പോഴും എനിക്കറിയാം വിവി കൃത്യമായിട്ട് ജാസ്മിന് PR ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ വിവിയെ പിടിച്ചിട്ട് എന്റെ ഗ്രൂപ്പിലിടാൻ കാരണം വിവിനെ ഞാൻ ആ ഫ്രണ്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഞാൻ പലരും ആ ഗ്രൂപ്പിലുള്ളവർ എന്നോട് പറഞ്ഞു വിവിനെ ആഡ് ചെയ്യണോ, വിവി വേണോ. അപ്പോഴേക്ക് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വിവി ഇരുന്ന എന്താ പ്രശ്നം? ബിക്കോസ് ഞാൻ വിവിയെ കാണുന്നത് എന്റെ ഫ്രണ്ട് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെയുള്ള ടൈമിൽ ഞാൻ എന്തിന് വിവിനെ ആഡ് ചെയ്യാതിരിക്കണം എന്നുള്ള ചോദ്യമാണ് ഞാൻ തിരിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, സായി പോയി കഴിഞ്ഞ സമയത്താണെങ്കിലും വിവിന്റെ കൂടെ തോളിൽ കയറ്റിരിക്കുന്ന പല ആളുകൾ പോലും നമ്മോട് ചോദിച്ചിട്ടുണ്ട് എന്തിന് വിവി ഇതിൽ എന്നുള്ളത്. അപ്പോഴും സായിക്ക് വിശ്വാസമാണ്, അതുകൊണ്ട് നമുക്കത് ഓക്കെയാണ്, കുഴപ്പമില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ വിവിനെ ആഡ് ചെയ്യുന്നു. അങ്ങനെ വിവിനെ ആഡ് ചെയ്തിട്ട് അങ്ങനെയാണ് വിവി എൻ്റെ സപ്പോർട്ടർ ഗ്രൂപ്പിൽ വിവി വരുന്നത്. ഇനി ജാഫർ ഖാൻ, നമ്മളെ ജാസ്മിന്റെ ഉപ്പ, ജാഫർ ഖാൻ തന്നെ ഒരു പേര്, നമ്മൾ ജാഫർ ഖാൻ പറഞ്ഞു നമ്മൾ ജാഫർ ഖാൻ. നമ്മുടെ ജാസ്മിന്റെ ഉപ്പ ഞാനുമായിട്ടുള്ള ഫോൺ കോളിന്റെ തുടക്കം വരുന്നത് എവിടെയെന്ന് വെച്ചാൽ, ജാഫർ ഭായിനെ വിവിയാണ് വിളിച്ച് പറയുന്നത് സായി ഒരു നല്ല ഫ്രണ്ടാണ് എൻ്റെ, അതായത് അവൻ്റെ വിവിയുടെ നല്ല ഫ്രണ്ടാണ്. സായി ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ട്, നമുക്ക് സായിയെ വിളിച്ചൊന്ന് സംസാരിക്കാം. സായിയെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവൻ ചെയ്യും എന്ന് പറഞ്ഞ് ജാഫർ ഖാനെ കൺവിൻസ് ചെയ്യുന്നത് വിവിയാണ്. ജാഫർക്ക് ഒരിക്കലും വിളിക്കാൻ തയ്യാറല്ല. കാരണം നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ തയ്യാറല്ല. ഞാൻ എന്റെ കോൾ റെക്കോർഡ് കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ കൃത്യമായിട്ട് ദിയ ചേച്ചിനോട് പറയുന്നുണ്ട് എനിക്ക് ജാഫർ ഖാനോട് സംസാരിക്കാൻ താല്പര്യമില്ല, ഇനി സംസാരിക്കണ്ട എന്നുള്ള അഡമൻ സ്റ്റാൻഡിലാണ് ഞാൻ നിന്നിരുന്നത്. അപ്പൊ ഓക്കെ, അതൊക്കെ പറയാം, വഴിയേ പറയാം. അപ്പോ ഒരു ദിവസം ജാഫർ ഖാനോട് വിവി പറയുന്നു സായി ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ട്, സായിയോട് നമുക്ക് കാര്യങ്ങൾ പറയാം, സായിയോട് സംസാരിക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജാഫർക്ക് വില്ലിങ് ആയില്ല. പിന്നെ അവർ കൺവിൻസ് ആക്കി, അവർ വില്ലിങ് ആക്കിയിട്ട് വിവി, ദിയാസന, പിന്നെ നമ്മുടെ ജാഫർക്ക, 3 പേര്, ദിയ ചേച്ചിയും വിവി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ കോളിൽ സംസാരിച്ചത്. പ്രത്യേകിച്ച് ദിയ ചേച്ചീൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചത് കൊണ്ടും ദിയ ചേച്ചിയോട് റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഇയാൾ ഈ കോൾ റെക്കോർഡ് ചെയ്യും, എനിക്ക് ജാഫർക്ക് റെക്കോർഡ് ചെയ്യുമെന്ന് പേടിയായിരുന്നു. ആ കോള് കട്ട് ചെയ്ത ചെറിയൊരു ഗ്യാപ്പിൽ ഞാനും സ്നേഹം സായിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വേണോ നല്ല പണിയും പുറത്ത് നമുക്ക് വെച്ച് തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പറഞ്ഞത് ഒന്നും പഠിക്കില്ല, കാരണം ദിയ ചേച്ചീനോടുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട് നമുക്ക്. അപ്പം ആ ട്രസ്റ്റിന്റെ മുകളിലാണ് ഞാൻ എന്ത് ചെയ്തത്,
ദിയ ചേച്ചിയോട് മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചു, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. റെക്കോർഡ് ചെയ്തു. ദിയ ചേച്ചി ഇങ്ങോട്ട് പറഞ്ഞു കോൾ റെക്കോർഡ് ചെയ്തു. ഇതിലുള്ളൊരു വലിയൊരു ലക്കിന്റെ ഫാക്ടറി ഞാൻ പറഞ്ഞില്ല, ഒരു കർമ്മഫലം എന്ന് പറഞ്ഞത്. അതായത് ഞാൻ ഇതുവരെയായിട്ട് ആർക്കും അങ്ങനെ വലിയ ഉപദ്രവോ കാര്യങ്ങളൊന്നും ലൈഫിൽ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സാധനങ്ങൾ നടക്കൂടെ. ഇപ്പം ഞാൻ എൻ്റെ വണ്ടീനകത്ത് ഇതാ ഇങ്ങനെ ഒരു സാധനം സുനാപ്പി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റെക്കോർഡറിൽ സൗണ്ട് റെക്കോർഡാണ്, വീഡിയോ മാത്രമല്ല സൗണ്ട് റെക്കോർഡാണ്. അപ്പം ഞാൻ ലൗഡ് സ്പീക്കർ ഇട്ടിട്ടാണ് ഇവിടെ ദിയ ചേച്ചീൻ്റെ കോൾ വന്നപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ മെമ്മറി കാർഡിൽ ഇത് സേവ്ഡാണ്. നമ്മളെപ്പോൾ എറേസ് ചെയ്ത് കളയുന്നു അന്നേ ഈ സാധനം പോകും. കൃത്യമായിട്ട് ഇവർക്ക് അത് ഓർമ്മ വന്ന് നിങ്ങൾ ആ സാധനം എടുത്തു വെച്ചുകൊണ്ട് നമ്മളെ കയ്യിലും ആ റെക്കോർഡിങ് കിട്ടി. ഞാൻ ദിയ ചേച്ചീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ റെക്കോർഡ് ചെയ്യില്ല, എനിക്ക് ദിയ ചേച്ചീനുള്ള ട്രസ്റ്റ് കൊണ്ട് അത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഫോണിൻ്റെ അപ്പുറത്ത് മൂന്നാമത് ഒളിച്ചു നിന്ന വിവി കാണിച്ച പരിപാടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ ഉപ്പാനും പറ്റിച്ച് ദിയ ചേച്ചീനുള്ള ട്രസ്റ്റും കളഞ്ഞ് എന്നോടുള്ള ട്രസ്റ്റും കളഞ്ഞ് ഇവൻ ഇത് എടുത്തു വെച്ചു. ഇവന്റെ സെൽഫ് ഡിഫൻസ് എന്നല്ലേ ഞാൻ പറഞ്ഞേ. എന്ത് സെൽഫ് ഡിഫൻസ്? അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ടോ ചെയ്യുന്നതാണ്. നമുക്ക് എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടൊരു കോള് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ്. പക്ഷെ ഇത് നമ്മൾ ചെയ്യാറില്ല. ഞങ്ങൾ ചെയ്യുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളോട് പറയും നമ്മൾ ചെയ്യുന്നുണ്ടെന്നും പറയും. നമ്മൾ ആ ചെയ്ത കാര്യം നമ്മൾ അറിയിക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അത്രയും ആവശ്യമായ ഘട്ടത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, നമുക്കെതിരെ ഭയങ്കരമായിട്ടുള്ള അറ്റാക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മളൊരു സാധനം പുറത്ത് വിടാറ്. അല്ലെങ്കിൽ പിന്നെ അത്രയും ചർച്ചയായ റെലവെന്റ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ നമുക്ക് എന്തെങ്കിലും എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാറില്ല. അപ്പൊ എന്താണെങ്കിലും അങ്ങനെ വിവി അത് റെക്കോർഡ് ചെയ്യുന്നു. ജാഫർക്ക് എന്നോട് പറയുന്നു, ജാസ്മിന്റെ കാര്യങ്ങൾ പറയുന്നു, ഗബ്രിയെ കുറെ ചീത്ത പറയുന്നു. അപ്പം ഞാൻ പറയുന്നുണ്ട് അത് ഓക്കെ ഫൈൻ, ഞാൻ എൻ്റെ ഗെയിം കളിച്ചോളാം, നിങ്ങൾ പറയുന്നത് ഞാൻ ആസ് എ ഫാദർ ഞാനത് മാനിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ജിത്തുബായെ കുറേ തെറി വിളിക്കുന്നു. അപ്പം ഞാൻ ജിത്തുബായിനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ ജിത്തുബായിനോട് പറയുന്നുണ്ട് റിപ്ലൈ കൊടുക്കരുത്, കാരണം അവിടെ ഒരു അച്ഛൻ്റെ വിഷമാണ് അയാൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന്. സെക്കൻഡ് തിങ്, അല്ല അവൻ അതും വിറ്റ് കാശാക്കാൻ നോക്കി, അതും അതിൻ്റെ ഇടയിൽ ഒരു മസാലക്ക് ഇട്ടു. സ്വന്തം ഫ്രണ്ടിന് അപ്പുറത്ത് നിന്ന് പറഞ്ഞിട്ട് അവൻ മിണ്ടാതെ. അതാണ് ഏറ്റവും രസം. ഡൂഡിനെ വിളിച്ചിട്ട് വിവി പറഞ്ഞു കൊടുത്തിരിക്കുക സ്വന്തം ഫ്രണ്ടിനെ തെറി വിളിച്ചതടക്കം അവൻ കേട്ടിരുന്നില്ലേ. ഞാൻ ഈ ഫ്രണ്ടിനെ ഇന്നോ ഇന്നലെ കാണുന്നതല്ല, മനസ്സിലായോ? ഞാൻ കൃത്യമായിട്ട് ജിത്തുബായിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ആ ജാഫർ പറഞ്ഞ സമയത്ത് ജാസ്മിന്റെ ഉപ്പ ആ വിഷമം കൊണ്ടാണ് പറയുന്നത്. അയാൾ പറയുന്നത് പോട്ടെ, അയാൾ ആ വിഷമം തീരട്ടെ. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഒരു കോളിൽ ജിത്തുബായിനെ കൊണ്ട് തെറി വിളിപ്പിക്കാനോ സ്നേഹനെ കൊണ്ട് തെറി വിളിപ്പിക്കാനോ എനിക്ക് താല്പര്യമില്ല. തെറി വിളിക്കുകയാണെങ്കിൽ ഞാനേ വിളിച്ചിട്ട് പോവും, മനസ്സിലായ? അതിനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട്, ഞാനേ വിളിച്ചിട്ട് പോവും. അപ്പം എനിക്ക് ഇവർ അൺവാണ്ടഡ് ആയിട്ട് എനിക്ക് കൊണ്ടുവന്നിടാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടും പിന്നെ ഒരു ഉപ്പ വിളിച്ച് പറയുന്നതായതുകൊണ്ട് നമ്മളത് ഒരു ഫാദറിന്റെ വിഷമാണ് അയാൾ പറയുന്നത്, അത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ജിത്തുബായിനോട് ഞാൻ മിണ്ടരുത് എന്ന് പറഞ്ഞു. ഞാനും ഒന്നും തിരിച്ച് പറയാൻ പോയില്ല. ഫോൺ വെച്ചതിന് ശേഷം എഗെയിൻ ദിയ ചേച്ചി വിളിച്ചപ്പോൾ ദിയ ചേച്ചിനോട് പറഞ്ഞു, ദിയ ചേച്ചി അങ്ങനെ പലതും പറയും, ഐ ഹാവ് മൈ ഓൺ പ്ലാൻസ്, എനിക്ക് എൻ്റെ പ്ലാൻ ഉണ്ട് ഞാൻ പറഞ്ഞു. കൃത്യമായിട്ട് ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറുന്നു. എനിക്ക് ഈ ജാസ്മിൻ ജാഫറിനെ വർഷങ്ങൾക്ക് മുമ്പ് അറിയാം. ഈ ലൈക്ക് എന്താ പറയുക, ജാഫർ എന്ന് പറഞ്ഞാൽ ജാസ്മിൻ്റെ ഉപ്പ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ജാസ്മിൻ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ഇപ്പം ഞങ്ങൾ അന്നൊക്കെ വീഡിയോ ഇട്ടിരുന്ന ആളുകളാണ്. ജിത്തുബായും സ്നേഹയും ജാസ്മിനെ വലിച്ചു കയറിയിട്ടുണ്ട്, ജാസ്മിനും ഗബ്രീനെ. അപ്പോഴും ഒരു ന്യൂട്രൽ സ്റ്റാൻഡിൽ നിന്ന് സംസാരിച്ച ഒരു വ്യക്തിയും എൻ്റെ കമന്റ് ബോക്സിൽ എൻ്റെ വീഡിയോയ്ക്ക് അടിയിൽ ജിത്തുബായിനും സ്നേഹേനും സപ്പോർട്ട് ചെയ്യുന്നു, സായി ഭയങ്കര ന്യൂട്രൽ ആണ് എന്ന് പറഞ്ഞ ആളുകളടക്കം വ്യൂവേഴ്സ് അടക്കമുണ്ട്. മാത്രമല്ല വേറൊരു കാര്യമുണ്ട്, നമ്മളിത് പറയുമ്പോൾ ഞങ്ങൾ സായിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അവിടെ ഞങ്ങൾ ഈ പറയുന്നതുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ ഞങ്ങളെ അഭിപ്രായം പറയാനുണ്ടോ. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് അത് മനസ്സിലാക്കാൻ കഴിവുള്ള ആൾ തന്നെയാണ്. പുറത്ത് ഇതൊക്കെ ജാസ്മിൻ കണ്ടിട്ട് തന്നെയാണ് ഉള്ളിൽ പോയിട്ടുള്ളതും, അത് വിഷയമാവില്ല എന്നുള്ളത്. ജാസ്മിന്റെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ, അൺവാണ്ടഡ് ആയിട്ട് ജാസ്മിനെ കുത്തി അല്ലെങ്കിൽ ജാസ്മിനെ പറ്റി ഇല്ലാതാക്കിയത് വിവിയാണ്. എല്ലാം വിശ്വസിച്ച് ജാസ്മിൻ അക്കൗണ്ട് അടക്കം കൊടുത്ത് എല്ലാം മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞു പോയ ഒരാള് ജാസ്മിനെ പിന്നിന്ന് കുത്തലിന്റെ വഴി നിങ്ങൾ മനസ്സിലാക്കണം. അതായത് അയ്യോ ഞാൻ പറയട്ടെ, വിവീനെ വിശ്വസിക്കാൻ കാരണം സ്വന്തം മകൾ അക്കൗണ്ട് കൊടുത്ത വിവീന്റെ കയ്യിലാണല്ലോ. വിവി നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ലല്ലോ എന്നുള്ള വിശ്വാസമാണ് ജാസ്മിന്റെ ഉപ്പാക്കുള്ളത്. പിന്നെ വിവീന്റെ ഒരു കൈൻഡ് ഓഫ് മാനിപ്പുലേഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് ഈ കോളിന്റെ. അങ്ങനെ ദിയ ചേച്ചി വിളിച്ചു, ഇതിക്കാൻ വരാം. ദിയ ചേച്ചി വിളിക്കുന്നു രണ്ടാമത്. ഞാൻ ദിയ ചേച്ചിനോട് ഇങ്ങനെ പറയുന്നു. പിന്നെ ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറുന്നു. എനിക്ക് ഈ ജാസ്മിനെ വർഷങ്ങൾക്ക് മുമ്പ് അറിയുന്നത് കൊണ്ടും ജാസ്മിന്റെ വേറൊരു സിറ്റുവേഷൻ, ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ജാസ്മിനെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ജാസ്മിൻ സഫർ ചെയ്തൊരു ജേണി എനിക്കറിയാം. അത് അറിയുന്നതുകൊണ്ട് ഞാൻ ജാസ്മിനെ പോയി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും ഞാൻ എവിടെയും വിവീനെ മോശക്കാരനാക്കി പറയുന്നില്ല. പ്ലസ് അതിൻ്റെ കൂടെ ചേർത്തേണ്ട ഒരു കാര്യമുണ്ട്, ഒരുപാട് എനിക്കുള്ള സംശയമല്ല, അത് പുറത്തുള്ള ആളുകൾക്കുള്ള സംശയം തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പറയാണ്, ഈ ജാഫർ ഖാന്റെ കോൾ വന്നിട്ടില്ലായിരുന്നെങ്കിലും ഞാനത് പറയും. കാരണം ജാസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തി ഗബ്രിയിൽ നിന്ന് മാറി സെപ്പറേറ്റ് ആയിട്ട് കളിച്ചാൽ അടിപൊളിയായിട്ട് കളിക്കുന്നു എനിക്ക് പറയാം. അതൊരു ഗെയിമും പ്ലാനും ആണ്, അതൊരു ഹെൽപ്പുമാണ് ആ ജാസ്മിന്.
ഞാൻ രണ്ടും കൂടിയും കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, ജാസ്മിനോട് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അത് ഞാൻ അതിനകത്ത് തന്നെ സിബിനോടൊക്കെ പറയുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ രണ്ടുപേരും പിരിഞ്ഞ് കളിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സംഗതി അത് അവൾക്ക് ഹെൽപ്പാവും. അവൾക്ക് ഇപ്പം മനസ്സിലായി. ഞാൻ ജാസ്മിനോട് അതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ ഇപ്പം നിന്നോട് പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത് എനിക്ക് ഇപ്പം മനസ്സിലാവില്ല. നീ പുറത്തിറങ്ങുമ്പോൾ നീ എന്ത് ചെയ്യും, എന്നോട് സോറിയും പറയും, എന്നെ കെട്ടിപ്പിടിക്കും. അത് ചെയ്തു ജാസ്മിൻ കൃത്യമായിട്ട്. ഞാൻ റീ എൻട്രി ചെയ്ത സമയത്ത് ഗബ്രി പോയി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ജാസ്മിൻ സംഗതി മനസ്സിലായി. ജാസ്മിനെ വന്ന് കരഞ്ഞ് കെട്ടിപ്പിടിക്കേണ്ടായേ. ജാസ്മിൻ്റെ ഉപ്പ അതിനകത്ത് വന്നപ്പോൾ എനിക്ക് താങ്ക്സ് പറഞ്ഞ് എനിക്ക് കൈ തന്നു. ലൈക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഞാൻ ഹെൽപ്പ് ചെയ്തതിന് എനിക്ക് എവിടെയും എന്തില്ല, ഒരു റിഗ്രറ്റ് ഇല്ല. ഞാൻ ജാസ്മിൻ്റെ കൂടെ ഇനിയും നിൽക്കും. കാരണം ആ വീടിനകത്ത് ജാസ്മിൻ അനുഭവിച്ച, ഗബ്രി അനുഭവിച്ച, അല്ലെങ്കിൽ ബാക്കി എല്ലാവരും അനുഭവിച്ച സിറ്റുവേഷൻസ് കണ്ട ഒരാളാണ് ഞാൻ. അപ്പം കണ്ട ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ തോന്നി, ഞാൻ പറഞ്ഞു. ഓക്കെ, അതിനെനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. ഞാൻ ഇനിയും സപ്പോർട്ട് ചെയ്യും. അത് എൻ്റെ ഇഷ്ടമാണ്. പിന്നെ വേറെ കേസ്, ഇവിടെ ഏറ്റവും വലിയ ചതി നടന്നത് എവിടെയാണ്? ആ വീടിനകത്ത് ജാസ്മിൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അനുഭവിക്കുമ്പോൾ സ്വന്തം PR അല്ലെങ്കിൽ സ്വന്തം ഫ്രണ്ട് എന്നുള്ള രീതിക്ക് ജാസ്മിൻ്റെ എല്ലാ കാര്യവും ഹാൻഡിൽ ചെയ്യേണ്ട ഒരു വ്യക്തി തന്നെ ജാസ്മിൻ്റെ ഫാമിലിക്കെതിരെയും ജാസ്മിനെതിരെയും തിരിഞ്ഞു കൊത്തുമ്പോഴല്ലേ ജാസ്മിൻ ഇല്ലാതായത്. അത് ചെയ്തത് വിവിയല്ല. അപ്പം ആ വിവി എൻ്റെ കോൾ റെക്കോർഡ് പുറത്തിടും എന്നുള്ളത് എന്തോന്നാണ്. അപ്പം ഞാൻ ആലോചിക്കുന്നത് എത്രത്തോളം വിഷമാണ് എന്നുള്ളതാണ്. പിന്നെ വേറൊരു കേസ് ഞാൻ പറയാം. ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്ന് ഇറങ്ങിയ ടൈമിൽ ഞാൻ അറിയുന്നത് ഈ കോൾ റെക്കോർഡ് പുറത്ത് വന്നു. അപ്പോൾ ഞാൻ സ്നേഹനോട് ചോദിച്ചു, ഇത് ആര് എപ്പോൾ എങ്ങനെ പുറത്തിട്ടു എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, സ്നേഹ ഒരു വീഡിയോക്കകത്ത് ഇവനെ വെല്ലുവിളിച്ചു, വിവിയെ വെല്ലുവിളിച്ചു. അപ്പോൾ ഞാൻ സ്നേഹനോട് ചോദിച്ചു വെല്ലുവിളിക്കാനുള്ള കാരണം എന്താ. അപ്പോൾ സ്നേഹ പറഞ്ഞു, വിവി ഒരു വീഡിയോനകത്ത് പറഞ്ഞു വിവിയുടെ കയ്യിൽ ഈ കോൾ റെക്കോർഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, വിവിൻ്റെ കയ്യിൽ കോൾ റെക്കോർഡ് ഉണ്ടെന്ന് വിവി പറയാനൊരു കാരണം കാണില്ല. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സിബിനും ആരെയും കൂടി ഇട്ടൊരു ലൈവിൽ ജാഫറുമായിട്ട്, അതായത് ജാസ്മിൻ്റെ ഫാദറുമായിട്ട് ജാഫർഖാനായിട്ട് സംസാരിച്ച സമയത്ത് ജാഫർക്ക പറഞ്ഞു സായിയെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അത് ഈ കാര്യം ഇപ്പം പലരും പറയുന്നു സിബിനും പൂജിയും നമ്മളെ വിവിയും തമ്മിൽ കണ്ടിട്ടുണ്ട്, അവർ സംസാരിച്ചില്ലെങ്കിൽ. ഇപ്പം അങ്ങനെ വല്ല തമ്മിൽ സംസാരിച്ച കൂട്ടത്തിലാണോ ഇനി ഇത് പറഞ്ഞെന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി അങ്ങനെ ആയിരിക്കാം. ഇല്ലെങ്കിൽ ഇപ്പം സിബിനോ ആരെയോ വന്നിട്ട് ലൈവിൽ പറയാണ് ജാഫർക്ക് അങ്ങനെ സായിയോട് സംസാരിച്ച കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് സെൽഫ് ഡിഫെൻസ് ആണ് വിവിക്ക് എടുക്കാനുള്ള? ഈ കോൾ റെക്കോർഡ് ഉണ്ടെന്ന് പറഞ്ഞത് സെൽഫ് ഡിഫെൻസിനാണെന്നാണ് വിവി പറയുന്നത്. അത് എന്ത് സെൽഫ് ഡിഫെൻസ്? സെൽഫ് ഡിഫെൻസ് എടുക്കേണ്ടത് ഞാനോ സ്നേഹിയോ നിങ്ങളോ ആണ്. വിവി അല്ല അവിടെ സെൽഫ് ഡിഫെൻസ് എടുക്കണ്ടേ. വിവി തന്നെ കോൾ റെക്കോർഡ് ചെയ്യുന്നു, വിവി തന്നെ ജാഫർ ഖാനെ കൊണ്ട് എന്നെ വിളിപ്പിക്കുന്നു, വിവി തന്നെ ഇങ്ങനെ ഒരു കോൾ റെക്കോർഡ് ഉണ്ടെന്ന് പുറത്ത് പറയുന്നു. അപ്പൊ പിന്നെ സ്നേഹം സെൽഫ് ഡിഫെൻസ് ആണെന്ന് അവൻ തന്നെ പറയുന്നു. എന്താണ് മോനെ വിവി ഇതൊക്കെ? നല്ല കളിയാണല്ലോ അല്ലേ? പിന്നെ അതിന്റെ ഇടയിൽ ആശാനൊരു ഇവരെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നു, നമ്മളൊന്ന് വിളിച്ചു നോക്കിയിട്ടുണ്ട്. പിന്നെ വിവി ഇത് കേൾക്കുന്നുണ്ടാവും. അപ്പൊ വിവി മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ഞങ്ങളെ തലേനുള്ളും കളിച്ചോറല്ല, നിന്റെ കൂടെ തോളിൽ കയറ്റിരിക്കുന്ന ആളുകൾ നിന്നെ പറ്റി നന്നായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കോൾ എടുക്കാതിരുന്നതും അത് കംപ്ലീറ്റ് ആക്കാതിരുന്നതിന്റെ കാര്യം അതാണ്. ഇതിനിടയിൽ വിളിച്ചിട്ട് സ്നേഹിനി ചിത്തുബായിനെയും വിളിച്ചിട്ട് ജാസ്മിന്റെ രണ്ട് കുറ്റം വിളിച്ച ഉടനെ ചോദിക്കുന്ന ജാസ്മിന്റെ കളി എങ്ങനെയുണ്ട്, അതൊക്കെ വരാം. അപ്പോ ഇങ്ങനെ കോൾ റെക്കോർഡ് സിബിനും ഇവരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കോൾ റെക്കോർഡ് ഉണ്ട് വിവി പറയുന്നു. സ്നേഹയ്ക്ക് കൃത്യമായിട്ട് അറിയാം ഇവൻ പിന്നുന്ന കുത്തുന്ന ഒരുത്തനാണ് എന്നുള്ളത്. അത് കുത്തോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സ്നേഹ വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞത് ഇന്നാ അങ്ങനെ കോൾ റെക്കോർഡ് പുറത്തിടാൻ. ഇവൻ എങ്ങനെയാ വീഡിയോ ആ കോൾ റെക്കോർഡ് പുറത്തിട്ട അറ്റവും മൂല്യം മാത്രം എന്തുകൊണ്ട് ഫുള്ളിട്ടില്ല? അപ്പോൾ പറഞ്ഞു ജാഫർ ഖാന് വെച്ച വെപ്പാണത്, എനിക്കല്ല. ശരിക്കും ആ വെപ്പ് കൊണ്ടായിരിക്കും എനിക്കും സ്നേഹിക്കും. സ്നേഹിക്കാണ് ഏറ്റവും കൂടുതൽ കൊണ്ട്. സ്നേഹ അനുഭവിച്ച സൈബർ അറ്റാക്ക് എത്രത്തോളം എനിക്ക് അതിൽ പിടുത്തമുണ്ടോ വിവി? അതിനുള്ള ഞാൻ വേറെ ട്രോഫി എനിക്ക് തരുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഈ ഒരു സംഗതി നീ പുറത്തിട്ടിട്ട് നിന്റെ സെൽഫ് ഡിഫെൻസ് എന്ന് പറഞ്ഞ സാധനം എങ്ങനെ ഇതിൻ്റെ ഫുൾ റെക്കോർഡിങ് എങ്ങനെ ബാക്കി യൂട്യൂബേഴ്സിന് കിട്ടി? എൻ്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഡിവൈസിനകത്ത് നിന്നുള്ള ലൗഡ് സ്പീക്കർ ഇട്ട് ഞാനും അവരും സംസാരിക്കുന്ന ഒരു വോയിസാണ്. അതൊരിക്കലും ഒരു വേറെ ഫോണിൽ റെക്കോർഡ് ചെയ്ത പോലെ ആ സാധനം വരില്ല. പക്ഷെ നീ കൃത്യമായിട്ട് കോൾ റെക്കോർഡ് ചെയ്തൊരു സാധനം എങ്ങനെ ബാക്കി യൂട്യൂബേഴ്സിന് ഫുൾ ആയിട്ടുള്ള സംഗതികൾ കിട്ടുന്നത്? അവരുടെ കയ്യിലൊക്കെ സാധനം ഉണ്ടല്ലോ, നീ ആയിട്ട് ഫീഡ് ചെയ്യുന്നു. അത് തന്നെ ആവശ്യമുള്ളത് കട്ട് ചെയ്തിട്ട് ആവശ്യമുള്ളതൊക്കെ കട്ട് ചെയ്ത് ആവശ്യമില്ലാത്ത ഓക്കെയൊക്കെ കയറ്റി. എടേ കളിച്ചോ, കളിക്കേണ്ടെന്ന് ആരും പറയുന്നില്ല. തന്തേനെ വിറ്റ പരിപാടി കാണിക്കരുത്, മനസ്സിലായോ? ആ പണി കാണിക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം ഞാനൊക്കെ ഞാൻ ആ പരിപാടിയൊക്കെ ഞാൻ കുറേ കളിച്ച് നിർത്തിയിട്ടുള്ള ഒരുത്തനെ, മനസ്സിലായല്ലോ വിവി. പിന്നെ വിവിനോട് വേറെ കാര്യം പറയാനുള്ളത്, വിവിനെ വിശ്വസിക്കരുത് എന്നോട് പലരും പറഞ്ഞപ്പോഴും വിവി ഓക്കെയാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഒപ്പം നിർത്താന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. പിന്നെ പിന്നെ വിവിന്റെ കേസിൽ ഈ വിവി എന്ന് പറഞ്ഞ വ്യക്തി ജാസ്മിൻ ഇട്ട് കുത്താൻ ഉണ്ടായ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞത്. വിവിക്ക് കൃത്യമായിട്ട് ജാസ്മിനോട് ഒരു ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ പച്ചക്ക് ഞാൻ പറയും. കാരണം
വിവി ആരവിനോട് പലപ്പോഴായിട്ട് പറഞ്ഞത് ആരവിനോട് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ആവശ്യം എന്താണ് അവൻ ജാസ്മിൻ്റെ ഒപ്പം നടക്കുന്നത്. എടാ ഉളുപ്പുണ്ടോ നിനക്ക്? ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ. നീ പറയുന്നുണ്ടല്ലോ ജാസ്മിനകത്ത് പോയിട്ട് ഗബ്രീൻ്റെ ഒപ്പം അങ്ങനെയായി, ഗബ്രീൻ്റെ ഒപ്പം ഇരുന്നു, ഇതൊക്കെ കാണിക്കാൻ പോലും കുടുംബ പ്രേക്ഷകർ കാണില്ല. അഫ്സലിൻ്റെ അവസ്ഥ, ഈ അഫ്സലും ജാസ്മിനും ഒരുപോലെ റിലേഷനുള്ളപ്പോഴാണ് കാദർബായിൻ്റെ കല്യാണത്തിന് നീ ജാസ്മിൻ്റെ ഒപ്പം ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്ത് വന്ദേ ഭാരതിൽ ഉണ്ടാക്കി പോയത്. എന്തുകൊണ്ട് ആരവിന് ടിക്കറ്റ് എടുത്തില്ല? അതാണ് ഏറ്റവും അല്ല കണ്ടോണ്ടിരിക്കുമ്പോഴല്ല, ബിഗ് ബോസ് പോണതിന് മുമ്പ് വിഷമങ്ങളെ കുറിച്ച് പറയുന്ന ഫ്രണ്ടിന്റെ കഥയെ പറയണേ. അതായത് അഫ്സലിന് വേണ്ടി ഇപ്പൊ ഘോരഘോരം പുറത്തിറങ്ങുന്ന വിവി അഫ്സലും ജാസ്മിനും റിലേഷനിലുള്ള ടൈമായിരുന്നു കാദർബായിന്റെ കല്യാണം നടക്കണേ. ഇത് അഫ്സലിന് ഞാൻ അഫ്സലിന് വേണ്ടിയാ പറഞ്ഞിരുന്നത്. ഇതേ വിവി അന്ന് ജാസ്മിന്റെ ഒപ്പം ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്ത് പോകാണ്ടായ കാരണം ആരവിനോട് പറഞ്ഞത് എന്തൊക്കെയാന്നുള്ളത് ആരവനോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ജാസ്മിന്റെ പ്രൊട്ടക്ഷൻ അല്ല, അവൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവൻ പോയത്. മനസ്സിലായ? അങ്ങനത്തെ ഉളുപ്പില്ലാത്ത മറ്റേ പരിപാടി മനസ്സിൽ വെച്ച് പോയ ഈ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനകത്ത് ചെന്നപ്പോഴത്തേക്ക് കാണിച്ചപ്പോൾ ആണ് അഫ്സലിനൊപ്പം നിന്നിട്ട് അയ്യോ അഫ്സലിന്റെ മാനസികാവസ്ഥ, അഫ്സലിന്റെ വിഷമം, അഫ്സലിന്റെ മാനസികാവസ്ഥയും വിഷമം ഒന്നും അല്ല എൻ്റെ വിഷയം ഉണ്ടായിരുന്നത്. എൻ്റെ വിഷയം എന്തായിരുന്നു അറിയോ? അഫ്സൽ എന്ന് പറയുന്നത് എന്നോട് പറഞ്ഞതാ വിവി, ആ കോൾ റെക്കോർഡൊക്കെ എടുത്ത് പുറത്തൊരു വിവി എന്നോട് പറഞ്ഞത് എന്താ അറിയോ? അവൻ നല്ലൊരു IT പാർക്കിൽ ജോലി ചെയ്യുന്ന ലക്ഷങ്ങൾ ശമ്പളമുള്ള ഒരാളല്ലേ. അഫ്സലിന് എത്ര കാശ് പോയി എന്നുള്ള അഫ്സലിന് വല്ല എനിക്കറിയാൻ പാടില്ല. അഫ്സലിന് എന്തെങ്കിലും പൈസ പോയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. കാരണം മിക്കവാറും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പൈസ എന്ന് പറഞ്ഞ സംഗതി പല ഓസ്ട്രേലിയക്കാരെ അമേരിക്കക്കാരൊക്കെ കഥ എനിക്കറിയാം. ഞാൻ പറയണില്ല ബിബി, കാരണം എന്താ മാന്യത. അഫ്സലിനെ വരും, അഫ്സലിന്റെ വോയിസ് അഫ്സൽ ഇപ്പൊ കാണിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിയാസനേന്റെ ബാക്കിയുള്ളവരുടെ, അതായത് ഇപ്പൊ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറി 1-2 ആഴ്ചകളിൽ പറഞ്ഞ കാര്യങ്ങളുടെ വോയിസ് വിവിന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ആർക്ക് അയച്ചു കൊടുക്കും? ജാസ്മിന് അയച്ചു കൊടുക്കും. അതായത് തെറ്റിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കുറച്ച് കോമൺ സെൻസ് ഉള്ള ഒരാളാണെങ്കിൽ മനസ്സിലാവും. ഈ ഗെയിം തുടങ്ങിയ സമയത്ത് എല്ലാവർക്കും, ഇപ്പോൾ എനിക്കാണെങ്കിലും നിങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞ വ്യക്തി കാണിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അതിനകത്തുള്ള ക്ലിപ്പിംഗ് എന്താണ് നമ്മൾ പുറത്ത് കാണുന്ന ക്ലിപ്പിങ്ങുകളിലൊക്കെ നമുക്കൊരു ഹെയ്റ്റോ അല്ലെങ്കിൽ ഒരു വിഷമോ തോന്നിക്കാണാം. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ജാസ്മിൻ എനിക്ക് അറിയുന്നതുകൊണ്ട് എനിക്കത് കുറവായിരുന്നു. ഞാൻ ആ കുട്ടി അയ്യോ ഇത് പെട്ടുപോയതാണല്ലോ എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക്. പക്ഷെ ബാക്കിയുള്ള ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും, ബി കാണുന്ന ജനങ്ങൾക്കൊക്കെ ജാസ്മിനോട് ഒരു ഹെയ്റ്റ് തോന്നുമ്പോൾ ആ ഹെയ്റ്റിന് ഫ്യൂവൽ ഇടുന്ന പരിപാടിയാണ് ആര് ചെയ്തത്? വിവി ചെയ്തുകൊണ്ട്. വിവി ഇന്നെ പേഴ്സണലി വിളിച്ച് പറയുന്നത് ജാസ്മിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഞാൻ വിചാരിച്ച വേറെ കാര്യമുണ്ട്, അഫ്സലിൻ്റെ ഭാഗത്ത് ഓക്കെ ന്യായമുണ്ട്. കാരണം ഈ പറഞ്ഞ ജാസ്മിൻ ആണെങ്കിലും വീട്ടിനകത്തിരുന്ന് കാണിക്കുന്ന പല കാര്യങ്ങളിലും ചിലപ്പോൾ പുറത്ത് നിന്നുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് അഫ്സലിന് ഹെയ്റ്റ് ലൈക്ക് ആ ഒരു സാധനം വരും, ഭയങ്കര ഹേർട്ട് ബ്രോക്കൺ ആവും. പിന്നെ ഇത്രയും ഹെയ്റ്റ് ജാസ്മിനോട് കഴിഞ്ഞ ശേഷം ഇവൻ ചെയ്തത് എന്താ വെച്ചാൽ ഇത് കാണുന്ന ഇവന്റെ പ്രേക്ഷകരെ മൂട്ടിലിട്ട് പുകച്ചിട്ട് ഇങ്ങനെ ഇത് നമ്മളെയും പുകപ്പിക്കുകയാണ്. കാട്ടുന്നുണ്ടോ? ചിന്തിക്കാത്ത ആൾക്കാർക്ക് പോലും ഇതാ ജാസ്മിൻ കാണിക്കുന്നുണ്ടോ എന്റെ ഫ്രണ്ടാണ് ചെയ്തേ. ഈ ജാസ്മിനെ പുകയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ന കരുവാക്കിയിട്ടാണല്ലോ വോയിസ് എടുത്ത് പുറത്തിട്ടെ. അല്ലെങ്കിൽ ഒരു വോയിസ് പുറത്തിടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ബാക്കിയുള്ള യൂട്യൂബേഴ്സിന് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവൻ തന്നെ ജാഫർ ഖാനെ കൊണ്ട് ഇന്നെ വിളിപ്പിച്ച് ഇവൻ തന്നെ റെക്കോർഡ് ചെയ്ത് ഇവൻ തന്നെ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്ത് ഇങ്ങനെ റെക്കോർഡ് ഉണ്ട് എന്ന് പറഞ്ഞ് സ്നേഹ വെല്ലുവിളിച്ചത് കണക്കിട്ടുന്ന ഇരയാണ്. ഈ ഒരു ചതിയനാണ് എന്നുള്ളത് പുറം ലോകത്തിന് അറിയിക്കാൻ വേണ്ടിയിട്ട് സ്നേഹ വരച്ച വര. പല ആളുകളും ചോദിച്ചിട്ടുണ്ട് സ്നേഹ എന്തിനു വെല്ലുവിളിച്ച് വെറുതെ ഇത്രയും വലിയ ചതിയനാണ്. അന്ന് രാത്രി ഞാനും സ്നേഹം കൂടി ചെയ്ത വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊരു വല വിരിച്ചു അതില് ആള് വീണു എന്നുള്ളത്. ഇപ്പൊ മനസ്സിലായല്ലോ ഇവന്റെ ചതി ഇതാണ്. ഇവൻ ഒളിച്ചും പാത്തും ഇരുന്ന് പലരെയും കോൾ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് ഈ സാധനം ഇവൻ ആവശ്യമുള്ളപ്പോൾ അവൻ ഭീഷണിപ്പെടുത്തും പല രീതിയിൽ. ഇപ്പൊ റോബിനും ആരൊക്കെ പറയുന്നുണ്ടല്ലോ പലതും, ഇനിയും പലതും പറയും. അല്ല ഇവനെ വിശ്വസിച്ച ജാസ്മിൻ ആണെങ്കിലും ജാസ്മിന്റെ ജാസ്മിനെ ഞാൻ പറഞ്ഞതാ ഇവൻ ചെയ്ത ഏറ്റവും വലിയൊരു മാനിപ്പുലേഷൻ പറഞ്ഞതാ. ജാസ്മിന്റെ ഉപ്പ ജാസ്മിൻ ആ ഹാർട്ടിന്റെ ബ്ലോക്ക് വന്ന് വിളിച്ച സമയത്ത് ആ സംഗതിയെ ഇത്രയും വേസ്റ്റ് ആക്കി കോമഡി ആക്കി നാട്ടുകാരുമില്ലാതെ ഇത്രയും എന്താ പറയുക ഒരു ഫേക്ക് നാടകമാണ് എന്നുള്ള രീതിയിൽ പോർട്രേറ്റ് ചെയ്തത് ഈ പറഞ്ഞ വിവിയാണ്. കാരണം എന്താന്ന് കേട്ടോ, ജാസ്മിൻ്റെ ഉപ്പ ഈ പറഞ്ഞ കൺഫെഷൻ റൂമിൽ ജാസ്മിനെ വിളിച്ചു എന്ന് പറയുന്ന കോൾ റെക്കോർഡ് വിവി കേട്ടു. അഫ്സൽ അത് റെക്കോർഡ് ചെയ്ത് വെച്ചു. അവരെ റെക്കോർഡ് ഉണ്ട്, കംപ്ലീറ്റ് കേട്ടു. ഫുള്ള് കാര്യം ജാസ്മിൻ്റെ ഉപ്പ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ് വിവി നമ്മളോട് പറഞ്ഞത്. ഇന്നോട് പേഴ്സണലി വിവി അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എത്ര പേരോട് വിവി അത് യൂട്യൂബേഴ്സിനോട് പറഞ്ഞാണ്. നമ്മളാണെങ്കിൽ പോലും ജാഫർക്ക് അവിടെ സംസാരിച്ചത് ഒരു കോമഡിയാക്കി സംസാരിക്കാൻ കാരണം പോലും ഈ വിവിയാണ്. വിവി പറയുമ്പോൾ നമുക്കടക്കം കോമഡിയാണ്, വിശ്വാസമാണ്. നമുക്കടക്കം അതൊരു ഫേക്ക് സാധനമായിട്ട്, അതായത് ജാസ്മിനെ ഇവരൊരു ഫേക്ക് ഹൃദയത്തിന്റെ മറ്റേ ബ്ലോക്കിന്റെ പേര് പറഞ്ഞിട്ട് ഉപ്പ വിളിപ്പിച്ചു എന്നുള്ള രീതിയിൽ ആ സാധനം മാറി. ആ രീതിയിൽ നമുക്ക് പറഞ്ഞ് ഫീഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഫീഡ് ചെയ്തിട്ട് ആ ജാസ്മിനെ ഇല്ലാതാക്കി പുറത്തിരുന്ന് ഈ പറഞ്ഞ അഫ്സലിനെ അടക്കം മാനിപ്പുലേറ്റ് ചെയ്ത് ജാസ്മിന്റെ ചാറ്റ് വരെ പുറത്തിട്ടിരുന്ന രീതിയിൽ ആക്കിപ്പിച്ചത്
ഈ വിവി എന്ന് പറഞ്ഞ ഒരുത്തനാണ്. ഇപ്പം ഇനിയിപ്പോൾ വിവിൻ്റെ ഒപ്പം കുറേ യൂട്യൂബേഴ്സും അവരും ഇരുന്നിട്ട് വിശ്വസിച്ച് ഒപ്പം കാണും. മക്കളെ നിങ്ങൾക്കുള്ള 8ന്റെ പണിയും ഇവൻ വെക്കും. അല്ല, ഇവൻ പറയണതെല്ലാം സത്യമാണെന്ന് വെച്ച് കടിച്ചു തൂങ്ങി നിൽക്കണ കുറെ മാമന്മാരും മച്ചന്മാരും ഒക്കെ ഉണ്ട്. ആ മച്ചന്മാരെല്ലാരും സൂക്ഷിക്കണേ വളരെ. കാരണം എന്താ പറയുക, നിങ്ങളൊക്കെ നാളെ ത്രട്ടം ചെയ്യാൻ പോകുന്നത് നിങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ കുറിച്ച് പറഞ്ഞ് നിങ്ങളുടെ കാഷ്വൽ ടോക്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ മുകളിൽ പറഞ്ഞ റെക്കോർഡിംഗ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഞാൻ പറയുമ്പോൾ വിവി ഇനി ഞാൻ പറഞ്ഞതും ദിയ പറഞ്ഞതും അല്ലെങ്കിൽ മറ്റേ അഫ്സൽ പറയുന്നതും ജാസ്മിന്റെ ഉപ്പ പറയുന്നതും ഒക്കെ ആയിട്ടുള്ള കോൾ റെക്കോർഡ്സ് നീ പുറത്ത് വിട്. ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നു, ഞാൻ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ അടക്കമുള്ള പലർക്കും, ജാസ്മിൻ ജാഫറും ഗബ്രിയും അതിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളിലും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെ കൺഫ്യൂഷന്റെ പേരിൽ നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്കുള്ള ഡൗട്ട്സ്, ക്യൂരിയോസിറ്റി, ചിരി, തമാശ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പലരുടെയും പച്ചർച്ച ചെയ്യുന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എടുത്തു വെച്ച് നാളെ കണ്ടന്റ് ആക്കി ഉണ്ടാക്കുന്ന പരിപാടി അത് നിന്റെ മൈൻഡിലേ വരും. നീ ഇതിന് മുമ്പും റോബിനോടും ആരതിനോടും ചെയ്തിട്ടുണ്ട്. ആരവിന്റെ കേസ് ചെയ്തു, അത് വരാൻ കിടക്കണല്ലോ. അതിനുള്ള കാര്യങ്ങളും ഞാൻ തരാം. ഇപ്പൊ അടുത്തൊരു റോബിൻ ആരതി ഇഷ്യൂ വരെ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും മോനെ വിവി, പല കാര്യങ്ങളും നീ പറഞ്ഞതിനൊന്നും നീ ഉണ്ടാവില്ല. ഇപ്പൊ നീ എന്റെ വീഡിയോസ് കുറെ മുക്കി കളഞ്ഞ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. തമ്മിലും വീഡിയോ അടക്കം ജാസ്മിനെ കുറിച്ചിട്ട് അതൊക്കെ എടുത്ത് വരിക്ക് വെച്ചിട്ടുണ്ട്. എന്തിനിത് ചെയ്യണു? ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റണം. മനസ്സിലായോ? അത് നിൽക്കാൻ പറ്റണം. അത് നിൽക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് വളരെ മോശം പരിപാടി. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വിവീനോട് ഒരു തരത്തിലുള്ള പേഴ്സണൽ ഹേറ്റും ഉണ്ടായിരുന്നില്ല. പലരും വിവീനെ കുറിച്ചിട്ട് ആരവ് 100 വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആരും എന്നോട് ചോദിക്കും വിവി വിളിക്കാറുണ്ടോ, പറയാറുണ്ടോ? അപ്പം ഞാൻ പറയാം, വിവി വിളിക്കാറുണ്ടല്ലോ എന്നെ, വിവി സംസാരിക്കാറുണ്ട്, ഞാൻ വിവീനെ വിളിക്കാറുണ്ട്. എന്നാൽ സായി, നിന്നെ കുറിച്ച് അവൻ എന്നോട് പേഴ്സണലി വിളിച്ച് പറയുന്നത് വളരെ മോശമാണ്. നിന്നെ കളിയാക്കുക, നിന്നെ മറ്റേതാക്കുക. നമ്മളറിഞ്ഞൊരു കാര്യമുണ്ട്, സായിനെ ബിഗ് ബോസ് കയറ്റില്ല. ബിഗ് ബോസ് കയറ്റിയ അവനെന്താ, അവന്റെ ആരോ അവിടെ ഇരിക്കുന്ന അവിടെ പിടിച്ച് വലിച്ചിങ്ങോട്ട് താഴത്തേക്ക് ഇടും. വർത്താനങ്ങളൊക്കെ അല്ല, അവിടെ ആരും ഇരിക്കേണ്ടതല്ല. വിവിന്റെ വിചാരം അങ്ങനെയാണ്. വിവിന്റെ ഏതോ മറ്റേ ആളവിടെ ഇരിക്കേണ്ടതെന്നുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞത് വിവിക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലെ? ഈ ഒരു കാര്യം അത്രയും ഫ്രണ്ടായിട്ട് കണ്ട ജാസ്മിനെ വരെ വേറെ കണ്ട് ഒപ്പം കൂടി അത് നടക്കില്ല എന്നറിഞ്ഞ് പിന്നെ ചാനൽ അടിച്ചു മാറ്റണം എന്നുള്ള രീതിക്ക് ജാസ്മിന്റെ ചാനൽ തകർക്കാനും ജാസ്മിനെ പൂട്ടാനും ഇറങ്ങി നടന്നവനാണ് ഇവൻ. അല്ല, പിന്നെ പോട്ടെ, അതെന്താ പറയാ, വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ വിവി, ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ, നീ എന്താന്നും നീ ഏതാന്നുള്ള ഹിസ്റ്ററി അടക്കം ചെകഞ്ഞെടുത്ത് വെച്ചൊരുത്തനാണ് ഞാൻ. പിന്നെ ഇതിന്റെ ഒരു മാന്യതയാണ്. കാരണം ഇതൊന്നും അത് റെലവെന്റ് അല്ല, ഇതിനായിട്ടൊരു ബന്ധം ഇല്ലാത്ത കാര്യം ആയതുകൊണ്ട്. അല്ലടാ, ഇവന്റെ കാര്യങ്ങൾ പറയാനില്ല. ഏറ്റവും വലിയ രസം എന്താ അറിയോ, ഒരു 2 മാസമായിട്ട് മാത്രമാണ് ഞാനും സ്നേഹയും കംപ്ലീറ്റ് ആയിട്ട് ഈ ചാനൽ ഏറ്റെടുത്തത്. അപ്പൊ തന്നെ ഇവനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കിട്ടാതിരിക്കുമോ പുറത്തിറങ്ങി കഴിഞ്ഞാൽ? ഞാൻ എന്തൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, എന്റെ കോൾ റെക്കോർഡിന്റെ കേസിൽ തുടക്കം മുതൽ ഈ ജാഫർ ഖാനെ കൊണ്ട് എന്നെ വിളിപ്പിച്ചതും നീ, റെക്കോർഡ് ചെയ്തതും നീ, പുറത്ത് വിട്ടതും നീ, പെട്ടതും നീ. മനസ്സിലായ? ഇനി ജാസ്മിൻ ഇട്ട് നീ വെച്ച വെപ്പ്, നീ കുത്തിയ കുത്ത്, ഇപ്പൊ നീ അഫ്സലിനെ വെച്ച് കളിക്കുന്ന കളി, അഫ്സലും പെടും, അഫ്സലിനും കുത്തും നീ. പിന്നെ ഒപ്പമുള്ള യൂട്യൂബേഴ്സിനോട് പറയുന്നത്, മക്കളെ നിങ്ങളെ ഏത് വഴിക്കും പോകാൻ കുത്തും, ഞാൻ ഉറപ്പ് പറഞ്ഞാൽ കുത്തും. അങ്ങനത്തെ സാധനങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ച് ഭീഷണിപ്പെടുത്തുന്ന പരിപാടി ഇവൻ കാണിക്കും. പിന്നെ ഒപ്പം നിൽക്കുന്നവർ ഇവൻ്റെ കയ്യിൽ ആനുണ്ട്, ചേനുണ്ട്, പൂടുണ്ട് എന്ന് കണ്ട് ഒപ്പം നിൽക്കണ്ട. ഇല്ല, മനസ്സിലായ? ഇല്ല, പച്ചയ്ക്ക് പറയുന്ന ഒന്നുമില്ല, ഒരു സാധനവും ഇല്ല. ആ ചാനലും ഉണ്ട്, അവനും ഉണ്ട്, അതിനപ്പുറം അവനില്ല. അല്ല, കൂടെ നിൽക്കേണ്ടവർക്ക് ഇനിയും നിൽക്കാം, നിൽക്കേണ്ടവർക്ക് നിൽക്കാം. നാളെ എന്താണെങ്കിലും കുണ്ടിക്ക് വെക്കലും നിങ്ങൾക്കും കിട്ടും. അതാണ് ശീലം, അതായത് ശീലം അതാണ്. അതുകൊണ്ട് അത് വെക്കൽ കിട്ടുമ്പോൾ നിങ്ങൾക്കും പാഠം മനസ്സിലാവും, നിങ്ങളും പാഠം പഠിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ വിവി ഹിയർ, ഇത്രേ പറയാനുള്ളൂ. ഞാൻ വോയിസ് റെക്കോർഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങൾ, അല്ലെങ്കിൽ നീ പോയപ്പോൾ എന്നെ എന്തൊക്കെ ചെയ്യണമെന്ന് ബാക്കി യൂട്യൂബേഴ്സിനോട് ഇപ്പോൾ ഈ വരുന്ന കമൻസ് അടക്കില്ലേ, അതടക്കം ഏത് രീതിയിലാണ് മാനിപ്പുലേറ്റ് ചെയ്ത് ഇടിക്കണേ അല്ലെങ്കിൽ ട്രോൾ പേജുകളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കണേ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയടേ. പക്ഷെ ഉണ്ടല്ലോ, ഞാൻ ഇതിലും വലിയ കളികൾ കണ്ടിട്ടാണ് ബിഗ് ബോസ് പോയി ഒന്ന് സമാധാനത്തിന്റെ പാതയ്ക്ക് ഇറങ്ങിയത്. ഇനി എൻ്റെ ഹാപ്പിനെസ് ലൈഫിൽ കളയാൻ വയ്യ. എനിക്ക് അത്രേ ഉള്ളൂ, ഇനി ഹാപ്പിനെസ് കളയാൻ വയ്യടേ. എനിക്ക് ഇതിനൊന്നും സമയമല്ല. ഈ വീഡിയോയിൽ പോലും ഞങ്ങളൊരു അല്ല, ഞാൻ സത്യം പറയാം, എനിക്ക് ഹാപ്പിനെസ് കളയാൻ വയ്യ ലൈഫിൽ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ലൈഫിൽ, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, ഭയങ്കര സന്തോഷമാണ്. പിന്നെ ബിഗ് ബോസ് പോയി ഞാൻ ഫിനാൻഷ്യലി ഞാൻ സെറ്റായി, എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഇഷ്ടപ്പെടുന്നവരും കേൾക്കുന്നവരും കാണുന്നവരും ഇഷ്ടംപോലെ ഇനിയില്ല കുറേ ആളുകളുണ്ട്. ഞാൻ ഈ 10 കമൻറ്റൊന്നും വായിച്ചിട്ട് തളരാനും പോണില്ല, 10 ട്രോള് കണ്ടു കഴിഞ്ഞാൽ അയ്യോ എന്ന് പറയാനും പോണില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ആവേശമാണ്. നമ്മളെക്കുറിച്ച് ചർച്ച ഞാനാണല്ലോ, ബിഗ് ബോസിന് ഇറങ്ങുമ്പോഴും ചർച്ച ഞാനും ജാസ്മിനും ഗബ്രിയും നമ്മളൊക്കെ ആകുമ്പോൾ നമുക്ക് രസമാണത്. അവിടെ നമ്മൾ ഓണായിട്ടിരിക്കുക. അത് ഞാൻ ഒഴിവാക്കണ്ട, നടന്നോട്ടോ, ഒരു സൈഡിൽ നടക്കണം.
ഒരു 10,000 ഹെയ്റ്റ് കമൻറ്റ് വരണം, ഒരു 8-10 ട്രോൾ ചാനലുകളിൽ എൻ്റെ ട്രോള് വരണം. ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു മനുഷ്യനാണ്. ഐ ലൈക്ക് ഇറ്റ്. പിന്നെ വിവിനോട് പറയാനുള്ളത്, മോനെ കയ്യിലുള്ള റെക്കോർഡൊക്കെ പുറത്ത് വിട്. ഓക്കെ, എല്ലാം വിട് പുറത്ത്, എല്ലാം വിട്. അന്ന് ആരതിപ്പൊടി റോബിൻ മുതലുള്ള എല്ലാം വിട്. അതിനെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ വോയിസും കൂടി ഉണ്ടല്ലോ അതില്. ഒക്കെ കട്ട് ചെയ്ത് സോർട്ട് ചെയ്ത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പാടല്ലേ. അപ്പോൾ ആവശ്യത്തിന് വിഷം തുപ്പാനല്ലേ പറ്റൂ. ചെയ്യ്, നിന്നെ കൂടെ പറ്റുന്നത് നീ ചെയ്യ്. എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാലോ. അല്ല, എവിടെയെങ്കിലും വെച്ച് കാണാലോ. ഭൂമി വരുന്നതല്ലേ, കാണാം അല്ലേ. കാണുമ്പോ സ്നേഹന്റെ കൺമുന്നിലൊന്നും വരാൻ നിൽക്കണ്ട. അല്ല, സ്നേഹനൊക്കെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തതിന് വിവി, നീ ഞാൻ എന്താ പറയുക, ഞാൻ കുറച്ചൊരു വീഡിയോയിലൊക്കെ ഒരു സഭ്യത പാലിക്കുന്നത് കൊണ്ട് അത് ഇവനാണ്. ഞാൻ സ്നേഹ ചിലതൊക്കെ സംഭവിച്ചു. അല്ല, ഞാൻ റിയൽ ലൈഫിന് ഞാൻ ആദ്യം പറയുന്നു, സ്നേഹയ്ക്ക് കിട്ടിയ ഒരു കിട്ടലിന്, സ്നേഹം അനുഭവിക്കൽ, നീ ഇട്ട് കൊടുത്ത ഇട്ട് കൊടുക്കലിന് വിവി റിയൽ ലൈഫിന് നിന്റെ കൈ കിട്ടിയുണ്ടല്ലോ, വീഡിയോ വിടുന്നേ. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞാൽ പോകും. പക്ഷെ നേരിട്ട് കൈ കിട്ടിക്കഴിഞ്ഞാൽ വിവി സായി കൃഷ്ണ എന്താന്നുള്ളത് വിവി തികച്ചറിയും. ഒരു വാപ്പ കൂട്ടിയാലും കൂടില്ല. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഇത് ഏത് രീതിയിലുള്ള എന്ത് രീതിയിൽ വേണമെങ്കിലും നീ കൊണ്ടുപോയി കൊടുത്തോ. നാളെ നീ കൊണ്ടുപോയി ഒരു അയ്യോ എന്നെ സീക്രട്ട് ഏജന്റ് സായി ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു, എനിക്കൊരു ആനമയിൽ ഒട്ടകവും ഇല്ല. സ്നേഹം അനുഭവിച്ച സ്നേഹന്റെ കണ്ണീര് നീ അന്നാ ഇട്ട് കൊടുത്തതിന് വിവി ഹിയർ എന്റെ കണ്ണിന്റെ മുന്നിൽ വരാതിരിക്കുന്നതാണ് എനിക്ക്. അത് നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിപ്പോ ഇങ്ങനെ പറയണമെന്നുള്ളൂ. അല്ല, ഞാൻ ഇത് പറയണ്ടെന്ന് വിചാരിച്ചാണ്. കാരണം സ്നേഹ അത് അനുഭവം. പക്ഷെ ഞാൻ സ്നേഹയ്ക്ക് ഹാറ്റ്സ് ഓഫ് പറയട്ടെ. സ്നേഹ എന്ന് പറഞ്ഞൊരു ലേഡി ഇത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് അവൾ അന്നാ പിടിച്ച് നിന്നത്. നിന്റെ ആ ഒരു അറ്റ മറ്റോടത്തെ പോലെ. കാരണം നീ മര്യാദയ്ക്ക് മാന്യതയുള്ള ഒരുത്തനാണ്, നീ എന്താ ചെയ്യണ്ടേ? സ്നേഹം അങ്ങനെ പറഞ്ഞാൽ നീ എന്ത് പറയണം സ്നേഹനോട്? സ്നേഹ, ഞാനത് ആ സിറ്റുവേഷനിൽ സിബിൻ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഇനിയിപ്പോ നമ്മൾ സായി വരുന്നവരൊന്നും വേണ്ടല്ലോ. ഇതില് നമ്മളെക്കാളും ഞാനും സ്നേഹം കൈകാര്യം ചെയ്ത സമയത്ത് നമ്മളെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് വിവി. വിവി സ്വാഭാവികമായിട്ട് ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ വിവിനെ നിർത്തിയിട്ടുള്ളത്. അപ്പൊ വിവി വിളിച്ച് സംസാരിക്കേണ്ടത് ഇങ്ങനെ അല്ലായിരുന്നു. ഇങ്ങനെ ഒരു ഒന്നും വേണ്ട സ്നേഹ, ആ പോർഷൻ കളയി വിടണ്ട. അങ്ങനെ പറഞ്ഞാലും അത് പോവും. പിന്നെ നാളെ അത് ചുമ്മാ തമാശക്ക് പറഞ്ഞാൽ എക്സ്പ്ലനേഷൻ കൊടുക്കായിരുന്നു. അല്ലെങ്കിൽ സിബിനും വരും വെറുതെ പറഞ്ഞതാണ്, അങ്ങനെ റെക്കോർഡിങ് ഇല്ല എന്ന് വരെ പറയായിരുന്നു. പക്ഷെ നീ കളിച്ച കളി മോനെ തരാതെ പോവില്ല, തന്നിരിക്കും. മനസ്സിലായോ? തന്നിരിക്കും. വീഡിയോയിൽ കാണുന്ന ഈ നന്മ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സംസാരമൊന്നും പുതിയൊരു മനുഷ്യൻ എന്നുള്ള വീഡിയോയിലുള്ള സംഗതി ഞാനത് അങ്ങനെ കീപ്പ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രം കീപ്പ് ചെയ്യാണ്. ബാക്കി